ബഹുമാന്യരായ വേദിയിലുള്ള CR നീലകണ്ഠൻ, KK ബാബുരാജ്, PK നിയാസ്, R യൂസുഫ് സാഹാബ്, നഹാസ് സാഹാബ്, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, നാട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫലസ്തീൻ വെനിസ്വല അധിനിവേശ വിരുദ്ധ സംഗമമാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. ആശയപരവും ആദർശപരവും സാമ്പത്തികവും രാഷ്ട്രീയവും അന്തർദേശീയ തലവുമുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മുടെ ഈ അധിനിവേശ വിരുദ്ധ സംഗമത്തിന് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസും ഇൻ്റർനാഷണൽ റിലേഷൻ തിയറിയും ജിയോ പൊളിറ്റിക്സിൽ ഭൗമരാഷ്ട്രീയത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ചേഞ്ചസുമൊക്കെ പഠിക്കുകയും വീക്ഷിക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് നിയോ ഇമ്പീരിയലിസം, നവ സാമ്രാജ്യത്വം, അതിൻ്റെ ഒരു പുതിയ ദിശ തുടക്കം കുറിച്ചിരിക്കുന്നു എന്നത്. അത് കുറച്ചുകൂടി ആക്രമണോത്സുകവും ധാർഷ്ട്യം ചേർന്നതും ഓപ്പണുമായിട്ടുള്ള ഒരു മറയുമില്ലാത്ത ഒന്നാണ് നവ സാമ്രാജ്യത്വം. ഡൊണാൾഡ് ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രാജ്യങ്ങൾ, മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, ഇറാൻ അടക്കമുള്ള ഏറ്റവും റീസെൻ്റായിട്ടുള്ള ഇഷ്യൂവിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ 2025 ഫോറിൻ പോളിസി, മോഡേൺ തിയറി എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തെ, ഡോക്ട്രിൻ എന്ന് പറയുന്നതിനെ ഡോൺറൺ തിയറി, ഡോക്ട്രിൻ എന്ന സ്വഭാവത്തിലേക്ക് ഇന്ന് മാറിയിട്ടുണ്ട്. 1823 യൂറോപ്യർ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് അധിനിവേശം തിരിച്ചു പോകുന്ന സമയത്ത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയിരുന്നു. ആ സമയത്ത് കൊണ്ടുവന്ന ഒരു സിദ്ധാന്തമായിരുന്നു അത്. യൂറോപ്യൻ മസ്റ്റ് നോട്ട് ഇൻ്റർഫിയർ ഇൻ ദി അമേരിക്കാസ്. യൂറോപ്പും അമേരിക്കയും രണ്ടാണ്, രണ്ട് പൊളിറ്റിക്കൽ സ്ഫിയറാണ്. അവിടെ പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻ പാടില്ല. അതോടൊപ്പം തന്നെ മിലിറ്ററി ഇൻ്റർവെൻഷൻ അവിടെ ആവശ്യമില്ല. രണ്ട് പൊളിറ്റിക്കൽ സ്ഫിയറിൽ നിന്നുകൊണ്ട് നോൺ ഇൻ്റർഫറൻസ് ആയിട്ട് മുന്നോട്ട് പോകുക എന്നതായിരുന്നു അതിൻ്റെ ബേസ്. അതിന് പിന്നീട് 1904 തിയോഡർ റൂസ്വെൽറ്റിൻ്റെ കൊറലറി എന്ന് പറയുന്ന ഒരു ആഖ്യാനം വരുന്നുണ്ട്. ആ ആഖ്യാനത്തിൽ US may intervene in Latin America to maintain the stability മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി US ലാറ്റിൻ അമേരിക്കയിൽ ഇടപെടും എന്ന് പറയുന്ന സ്വഭാവത്തിലേക്ക്, നോൺ ഇൻ്റർഫറൻസിൽ നിന്ന് പിന്നീട് ഇൻ്റർവെൻഷനിലേക്ക് വരുന്ന ഒരു സ്വഭാവത്തിലേക്ക് അത് മാറി. അത് ലാറ്റിൻ അമേരിക്കയിലെ സ്വത്തുക്കൾ, അസറ്റുകൾ, ഇൻഫ്രാസ്ട്രക്ചറുകൾ, ഫിനാൻഷ്യൽ കൺട്രോളുകൾ, അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ നിയന്ത്രണം, അതിനുമപ്പുറത്ത് പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻ, മിലിറ്ററി ഇൻ്റർവെൻഷൻ, ഭരണകൂടത്തെ തന്നെ അട്ടിമറിക്കുന്ന സ്വഭാവത്തിലേക്ക് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് പിന്നീട് ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ 2025 ഫോറിൻ പോളിസിയുടെ ഭാഗമായിട്ട് NSS, നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജിയുടെ ഭാഗമായി രണ്ട് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ അതിലേക്ക് വരുന്നുണ്ട്. അതിലൊന്ന്, US-ൻ്റെ കൺട്രോളിലായിരിക്കണം മിലിറ്ററി, പൊളിറ്റിക്കൽ, എക്കണോമിക് കൺട്രോൾ എന്ന് പറയുന്നത് അമേരിക്കയുടെ കൈവശമായിരിക്കുക. അതോടൊപ്പം തന്നെ ലാറ്റിൻ അമേരിക്കൻ പ്രദേശങ്ങളിൽ ഫോറിൻ പവർ, വിദേശ അധികാരം, അവകാശം ആർക്കും അനുവദിക്കുകയില്ല, സ്റ്റോപ്പ് ചെയ്യുക, റെസ്ട്രിക്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ചേഞ്ചസ്, ഇൻ്റർപ്രിട്ടേഷനും ഈ ഡോക്ട്രിൻ, ഈ തിയറിയിൽ പിന്നീട് വരുന്നുണ്ട്. പ്രത്യേകിച്ചും ചൈന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്, ഇൻഫ്രാസ്ട്രക്ചറിലുണ്ട്, അസറ്റിലുണ്ട്, ഫിനാൻസിലുണ്ട്. അതിൻ്റെ ഇൻ്റർവെൻഷൻ തടയിടുക. ഒരു പക്ഷേ US ആൻഡ് ചൈന കോൺഫെഡറേഷനിലേക്ക് പോകുന്നത് ഇതിൻ്റെ ഒരു കാരണം നമുക്കിതിൽ കാണാൻ സാധിക്കും. ഒരു മിലിറ്ററി ഇൻ്റർവെൻഷനിലേക്ക് അമേരിക്കയും ഇസ്രായേലുമൊക്കെ പോകുന്നതിൻ്റെ ഒരു ബേസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു പക്ഷേ 21st സെഞ്ച്വറിയിൽ ഒരു അഗ്രസീവായിട്ടുള്ള ഈ ഡോക്ട്രിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ നടക്കുന്നത് ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ 2025 ഫോറിൻ പോളിസിയുടെ, നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ്. ഇതോടൊപ്പം തന്നെ പ്രധാനമാണ് എക്സ്ട്രാക്റ്റീവ് സ്ട്രാറ്റജി എന്ന് പറയുന്ന നിയോ ഇമ്പീരിയലിസത്തിൻ്റെ ഒരു സ്ട്രാറ്റജി.
എക്സ്ട്രാക്റ്റീവ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ അത് പിഴുതെടുക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അമേരിക്കയും ഇസ്രായേലും ഒക്കെ ലോകത്ത് പല സ്വഭാവത്തിൽ എക്സ്ട്രാക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊന്ന് ഇക്കണോമിക് എക്സ്ട്രാക്ഷനാണ്. IMF-ഉം വേൾഡ് ബാങ്കും ഒക്കെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. ലോണുകൾ നൽകുന്നു, വലിയ പലിശക്ക് നൽകുന്നു. ലോണ് നൽകുമ്പോൾ തന്നെ വെറുതെ ലോൺ നൽകുകയല്ല, മറിച്ച് കണ്ടീഷനിലാണത്. ചില ക്രൈറ്റീരിയകളുണ്ട് അതിന്. പ്രൈവറ്റൈസേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, സബ്സിഡികൾ വെട്ടിക്കുറക്കണം, സോഷ്യൽ ഫണ്ടിങ്ങുകൾ കുറക്കണം, ഓരോ രാജ്യത്തേക്കും ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, മാർക്കറ്റുകൾ ഫോറിൻ കൺട്രികൾക്ക് ഓപ്പണായി കൊടുക്കണം തുടങ്ങിയ കണ്ടീഷനുകളോട് കൂടിയുള്ള, ക്രൈറ്റീരിയയോട് കൂടിയുള്ള ലോണാണ് IMF-ഉം വേൾഡ് ബാങ്കുകളും നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ സ്വഭാവത്തിൽ ഒരു ക്യാപിറ്റൽ ഹെജ്മണി അമേരിക്കയുടെ കൈവശത്തിൽ എത്തുന്ന വിധത്തിൽ IMF-ഉം വേൾഡ് ബാങ്കും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഡോളർ ഹെജ്മണി എന്ന് പറയുന്ന, ഡോളർ ഡൊമിനൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇൻ്റർനാഷണൽ ട്രേഡ്, ഗ്ലോബൽ ട്രേഡ് എന്ന് പറയുന്നതിൻ്റെ ബേസ് അത് US ഡോളറിലായിരിക്കണം. പെട്രോ ഡോളർ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പെട്രോ ഡോളർ എന്ന് പറയുന്നത് ഈ ഡോളർ ഡൊമിനൻസിൻ്റെ, ഡോളർ ഹെജ്മണിയുടെ ഒരു ഭാഗമാണ്. ഇതോടൊപ്പം തന്നെ ഡാറ്റ ഇമ്പീരിയലിസം എന്ന് പറയുന്ന ഒരു എക്സ്ട്രാക്റ്റീവ് സ്ട്രാറ്റജിയുണ്ട്. ഇന്ന് നമ്മളടക്കം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയും ഡിജിറ്റലും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ആമസോൺ ആവട്ടെ, ആപ്പിൾ ആവട്ടെ, മൈക്രോസോഫ്റ്റ് ആവട്ടെ, മെറ്റ ആവട്ടെ, ഗൂഗിൾ ആവട്ടെ, എല്ലാം അമേരിക്കയുടെ ഒരു ഗ്ലോബൽ ഈ എക്സ്ട്രാക്റ്റീവ് സ്ട്രാറ്റജിയുടെ ഒരു ഭാഗമായിട്ട് കൂടി നമുക്ക് കാണുവാൻ സാധിക്കും. ഡാറ്റ എന്ന് പറയുന്നതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ അസറ്റ്. ഡാറ്റ ഇക്കോണമിയുടെ ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഡാറ്റ ഇമ്പീരിയലിസം എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ ഡാറ്റ പുള്ള് ചെയ്യുവാൻ, ആ ഡാറ്റ വെച്ച് അനലൈസ് ചെയ്യുവാൻ, അതനുസരിച്ച് ലോകഘടനയെ കീഴടക്കുവാൻ സാധിക്കുന്ന ഡാറ്റ ഇമ്പീരിയലിസം. IP ഇമ്പീരിയലിസം എന്ന് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇമ്പീരിയലിസം. ലോകത്ത് എല്ലാത്തിനും, സോഫ്റ്റ്വെയർ ആവട്ടെ, മെഡിസിൻ ആവട്ടെ, ഫാർമസ്യൂട്ടിക്കൽസ് ആവട്ടെ, എല്ലാത്തിനും അതിൻ്റെ ഒരു IP ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത് അമേരിക്കയുടെ കൈവശമാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ റോയാലിറ്റി ഈടാക്കുകയും ഡെവലപ്പിംഗ് രാജ്യങ്ങളുടെ മുകളിൽ ഈ IP ഇമ്പീരിയലിസം ഇംപ്ലിമെൻ്റ് ചെയ്ത് റോയാലിറ്റി വാങ്ങുകയും ഒരു മൊണോപ്പൊളി നിലനിർത്തുകയും ചെയ്യുന്ന IP ഇമ്പീരിയലിസവും ഈ എക്സ്ട്രാക്റ്റീവ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം കൾച്ചറൽ ഇമ്പീരിയലിസം ഉണ്ട്. ഹോളിവുഡ് ആവട്ടെ, മീഡിയകളാവട്ടെ, സോഷ്യൽ മീഡിയ ആവട്ടെ, നമ്മൾക്കെടുത്ത് പരിശോധിച്ചാൽ അതിലൂടെ സംഭവിക്കുന്നത് ഈ അമേരിക്കയുടെയും നവസാമ്രാജ്യത്വത്തിൻ്റെയും കൾച്ചറിൻ്റെ ഒരു പ്രകാശനവും അതിൻ്റെ പ്രചാരണവും, ഒരു കൾച്ചറൽ ഇമ്പീരിയലിസം നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുമപ്പുറമാണ് മിലിറ്ററി ഇൻ്റർവെൻഷൻ എന്ന് പറയുന്ന എക്സ്ട്രാക്റ്റീവ് സ്ട്രാറ്റജി. ഒരുപക്ഷെ വെനിസ്വല എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അത് ഈ സ്വഭാവത്തിലുള്ള നേരത്തെ പറഞ്ഞ ഡോക്ട്രിൻ്റെയും അതോടൊപ്പം തിയറിയുടെയും അതോടൊപ്പം ഈ എക്സ്ട്രാക്റ്റീവ് സ്ട്രാറ്റജിയുടെയും എലമെൻറ്റുകൾ വെനിസ്വലയിൽ നമുക്ക് കാണാൻ സാധിക്കും. വെനിസ്വല 330 ബില്യൺ ബാരൽ ഓയിൽ ഉള്ള ഒരുപക്ഷെ ലോകത്ത് തന്നെ ഒരു റിച്ചസ്റ്റ് റിസോഴ്സ് ഉള്ള ഒരു സ്റ്റേറ്റാണ് വെനിസ്വല എന്ന് പറയുന്നത്. എന്തുകൊണ്ട് എക്കണോമിക് എക്സ്ട്രാക്റ്റീവ്, എന്തുകൊണ്ട് റിസോഴ്സ് എക്സ്ട്രാക്റ്റീവ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് വെനിസ്വലയിലേക്ക് വരുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം ഈ റിച്ചസ്റ്റ് റിസോഴ്സ് തന്നെയാണ് വെനിസ്വലയുടെ. അതിൻ്റെ രാഷ്ട്രീയപരമായ, ആശയപരമായ കാരണങ്ങൾ വെനിസ്വലയുടെയും ഫലസ്തീനിൻ്റെയും ഇറാൻ്റെയും മറ്റ് രാജ്യങ്ങളുടെയൊക്കെ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലമാണ് ഈ എക്സ്ട്രാക്റ്റീവ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. റിച്ചസ്റ്റ് റിസോഴ്സ് ഉള്ള ഒരു സ്റ്റേറ്റ് എന്ന ഒരു കാര്യം. 330 ബില്യൺ ബാരൽ ഓയിൽ എന്ന് പറയുന്നത് ചെറിയ ഒരു സമ്പത്ത് അല്ല. അവിടെയാണ് റെസ്ട്രിക്ഷൻസുകൾ, അവിടെയാണ് ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആ ഉപരോധത്തിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം 1990s 3.5 മില്യൺ ബാരൽ പെർ ഡേ ഡെയിലി പ്രൊഡക്ഷൻ ഉണ്ടായിരുന്ന ഒരു രാജ്യത്ത് നിലവിൽ 7 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള മില്യൺ ബാരൽസിലേക്ക് എന്തുകൊണ്ട് ഒരു രാജ്യം മാറി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമുക്കറിയാം, വെനിസ്വലയുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ US അതിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് US തന്നെ ഒരു പക്ഷേ UN വെച്ചുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന UN ചാർട്ടറുണ്ട്. UN ചാർട്ടറിലെ 2 Clause 4 എന്ന് പറയുന്ന ഭാഗമുണ്ട്.
ഒരു രാജ്യത്തിൻ്റെയും ഭൂമിശാസ്ത്രപരമായ അതിരുകൾ ലംഘിച്ച് ആ രാജ്യത്തിലേക്ക് കടന്നു കയറുവാനും അവിടെ നിന്ന് ഭരണാധികാരിയെ പിടിച്ചെടുക്കുവാനുള്ള അവകാശം ഒരാൾക്കും UN ചാർട്ടർ നൽകുന്നില്ല. അത് UN രക്ഷാസമിതിയുടെ സ്പെഷ്യൽ അപ്രൂവൽ വേണം. അതല്ലെങ്കിൽ ആ രാജ്യത്തേക്ക് ഒരു ആക്രമണം നടക്കണം. ഇത് രണ്ടുമില്ലാതെയാണ് തികച്ചും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്, നിയമവിരുദ്ധ പ്രവർത്തനമാണ് വെനിസ്വേലയിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. ഒരുപക്ഷെ അമേരിക്കക്കാർക്ക് തന്നെ, അമേരിക്ക പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും അത്തരം ആക്രമങ്ങൾ, ഇത്തരം നിയമലംഘനങ്ങൾ എന്ന് പറയുന്നത് നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് അത് അമേരിക്കയുടെ പുറത്ത് മാത്രമല്ല, മറിച്ച് അമേരിക്കക്കാർക്ക് തന്നെ ഭാവിയിൽ ദോഷം ചെയ്യുന്ന, ഭാവിയിൽ അവരെ കൂടി ബാധിക്കുന്ന ഒരു തലം ഈ പറയുന്ന ഇൻ്റർനാഷണൽ ലോയെ, പ്രത്യേകിച്ച് UN ചാർട്ടറിൻ്റെ 2clause 4 ലംഘിച്ചുകൊണ്ട് നടത്തിയതിന് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, നിയോ ഇമ്പീരിയലിസത്തിൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത് ധാർഷ്ട്യമാണ്, അക്രമോത്സുകതയാണ്. അതോടൊപ്പം തന്നെ എല്ലാം ഓപ്പണാണ്, ഒരു മറച്ചുവെക്കലുകളുമില്ല. ട്രംപിനോട് ജേർണലിസ്റ്റ് ചോദിക്കുന്നുണ്ട്, എന്താണ് താങ്കൾ വെനിസ്വേലയിലേക്ക് ഇങ്ങനെ പോകുന്നത്? അപ്പോൾ അദ്ദേഹം വളരെ പച്ചക്ക് പറയുന്ന ഉത്തരവുണ്ട്. അവർക്ക് സ്വയം താങ്ങാൻ കഴിയാത്ത ഊർജം അവിടെയുണ്ട്, അതിനെ അമേരിക്ക പരിരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. തികഞ്ഞ അധിനിവേശം, തികഞ്ഞ ധാർഷ്ട്യം, തികഞ്ഞ അക്രമോത്സുകതയുടെ അടിസ്ഥാനത്തിലുള്ള ഓപ്പണായിട്ടുള്ള ഒരു മറച്ചുവെക്കലുമില്ലാത്ത നിയോ ഇമ്പീരിയലിസം, നവസാമ്രാജ്യത്വമാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഫലസ്തീനിൻ്റെ ആദർശപരവും ആശയപരവുമായ വശം ഇവിടെ ചർച്ചകളിൽ വരും. അതോടൊപ്പം തന്നെ അവിടുത്തെ വെള്ളം, അവിടുത്തെ ഓയിൽ, അവിടുത്തെ നാച്ചുറൽ ഗ്യാസ്, അവിടുത്തെ മിനറൽസുകൾ എന്നൊക്കെ പറയുന്നത് ഈ എക്സ്ട്രാക്റ്റീവ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ട് ഇറാനിലേക്ക് പോകുന്നു എന്നത് ചോദിച്ചാൽ, വിശദാംശങ്ങളിലേക്ക് വന്ന് ഇറാനിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ അതിലും ഈ ഒരു ബേസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലോകത്തെ തന്നെ കാർബോഹൈഡ്രേറ്റ് റിസർവ്, ലോകത്ത് ലാർജസ്റ്റ് കാർബോഹൈഡ്രേറ്റ് റിസർവ് ഉള്ള രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. 3rd ലാർജസ്റ്റ് നാച്ചുറൽ ഗ്യാസ് പ്രൊഡക്ഷൻ നടക്കുന്ന രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. 4th ലാർജസ്റ്റ് ക്രൂഡ് ഓയിൽ പ്രൊഡക്ഷൻ നടക്കുന്ന രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. മിഡിൽ ഈസ്റ്റിലെ ഓയിൽ റിസർവിൻ്റെ, എണ്ണ ശേഖരത്തിൻ്റെ 24% ഉള്ള, വേൾഡ് ഓയിൽ റിസർവിൻ്റെ 12% ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. ആ ഇറാനിലേക്ക് എന്തുകൊണ്ട് ഈ നടക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ആൻസർ നമുക്ക് നേരത്തെ പറഞ്ഞ ഈ സിദ്ധാന്തങ്ങളിലും ഈ സ്ട്രാറ്റജികളിലും നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കാർട്ടൽ എന്ന ഒരു പ്രയോഗം ഇവിടെ ഉദിച്ചു വരുന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മധുരയൊക്കെ ആക്രമിക്കുമ്പോൾ പറഞ്ഞത് മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നു, അത്തരം ചില നാർക്കോ ടെററിസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതിലേക്ക് കടന്നിട്ടുള്ളത്. ഇത് അമേരിക്ക തുടക്കം കുറിച്ച, നേരത്തെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നിൻ്റെ തുടർച്ചയിലാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 1945 ശേഷം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 1954 ഗോട്ടിമാലയിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. 1974 ചിലിയിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. 1980കളിൽ സെൻട്രൽ അമേരിക്കൻ രാജ്യങ്ങളിൽ നടന്ന പോരാട്ടങ്ങൾ ഈ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി നമുക്ക് കാണാൻ സാധിക്കും. 1983 ഗ്രനേഡയിൽ നടക്കുന്നതും 89 പനാമയിൽ നടക്കുന്നതുമൊക്കെ അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതിൽ നിന്ന് ഇപ്പോൾ ട്രംപ് വെനിസ്വേലയിലും ഫലസ്തീനിലും ഇറാനിനും അപ്പുറത്ത് അദ്ദേഹം പറയുന്ന വർത്തമാനം നമുക്ക് കാണാൻ സാധിക്കും. അത് അവിടെ നിൽക്കുന്ന ഒരു നവസാമ്രാജ്യത്വത്തിൻ്റെ ധാർഷ്ട്യവും അക്രമോത്സുകതയും ഓപ്പൺനെസ്സും ചേർന്ന ഒരു കാര്യം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് കൊളംബിയയുടെ പ്രസിഡന്റിനോട് അദ്ദേഹം പറയുന്നുണ്ട്, പെട്രയോട് അദ്ദേഹം പറയുന്നുണ്ട്, മധുരയുടെ അതേ വിധി തന്നെയായിരിക്കും താങ്കൾക്കുണ്ടാവുക. മയക്കുമരുന്ന് ലോബിയുടെ ഭാഗമാണ് താങ്കൾ, അവിടേക്ക് ഞങ്ങൾ സൈനിക നീക്കം നടത്തും എന്ന് ട്രംപ് പറയുന്നുണ്ട്. മെക്സിക്കോയുടെ ഇതേ വർത്തമാനം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതും കഴിഞ്ഞ് അതിനപ്പുറത്ത് ഗ്രീൻലാൻഡിലേക്ക്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ കഴിഞ്ഞ് ക്യൂബയോട് ഇത് തന്നെയാണ് പറയുന്നത്. അതെങ്ങനെ മറിഞ്ഞു വീഴാറായ ഒരു സ്ഥലമാണ്, അവിടേക്ക് സൈനിക നീക്കത്തെക്കുറിച്ചാണ് ട്രംപ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ലാറ്റിൻ അമേരിക്കയിൽ മാത്രമല്ല, ആർട്ടിക്കയിൽ എത്തിയാൽ അവിടെ ഗ്രീൻലാൻഡിനെ കുറിച്ചും ഇതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലോകരാജ്യങ്ങൾ ഇതിനോട് സ്വീകരിക്കുന്ന സമീപനം വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ പോയിന്റ് തന്നെയാണ്. റഷ്യ, ചൈന, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം ഇന്ത്യയൊക്കെ സ്വീകരിക്കുന്ന സമീപനം. റഷ്യയെ സംബന്ധിച്ചിടത്തോളം യുക്രൈൻ വിഷയത്തിൽ തന്നെ ട്രംപിനോട് സംഘർഷത്തിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ
UN ചില അപലപന പ്രസ്താവനകൾ നടത്തുന്നതിനപ്പുറമുള്ള ഇടപെടലുകൾ നടന്നിട്ടില്ല. ചൈനയാണെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ പ്രദേശത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റും ഇൻഫ്ലുവൻസിനെയും ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടും അതിലേക്ക് സ്വാഭാവികമായും ചൈനയുടെ ഒരു വലിയ ഇൻവോൾവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നു. നമ്മുടെ രാജ്യം ഇന്ത്യയിലേക്ക് വന്നാൽ ഇന്ത്യയുടെ ഈ കറണ്ട് സെനാരിയോയിൽ തന്നെയാണ് US ഇന്ത്യ ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ ട്രേഡ് ഡീൽ ഒരുപക്ഷെ ഈ രാജ്യത്തിന് തന്നെ, ഈ രാജ്യം അമേരിക്കയുടെ മുമ്പിൽ അടിയറവ് പറഞ്ഞ ഒരു ട്രേഡ് ഡീലാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇവിടുത്തെ കർഷകരെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നം അതിലുണ്ട്. 0% എക്സ്പോർട്ട് നടക്കുമ്പോൾ അതിന് 24-ൽ നിന്ന് 18%-ലേക്ക് തീരുവ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ട് നടക്കുമ്പോൾ 0%-ലേക്ക് കൊണ്ടുവന്ന $50,000 ബില്യൺ പ്രൊഡക്റ്റ് ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വാങ്ങുമെന്ന് പറയുന്ന, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തി അമേരിക്കയിൽ നിന്ന് വെനിസലയിൽ നിന്നും വാങ്ങുമെന്ന് പറയുന്ന ട്രേഡ് ഡീൽ, US-മായി നടത്തുന്ന ട്രേഡ് ഡീൽ എന്ന് പറയുന്നത് ഇന്ത്യ അടിയറവ് പറഞ്ഞിരിക്കുകയാണ്. അതിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എപ്സ്റ്റീൻ ഫയലുകളിൽ പ്രധാനമന്ത്രിയുടെ പേര് വന്നതും അതിൻ്റെ അംബാനിയും അതോടൊപ്പം തന്നെ അദാനിയുമായി ബന്ധപ്പെട്ട കേസ് അമേരിക്കയിൽ നിലനിൽക്കുന്നതും തന്നെയാണ് ഇന്ത്യ എന്തുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്ന നോൺ അലയൻസ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായ അതിന് നേതൃത്വം നൽകിയിരുന്ന ഇന്ത്യ എന്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരാശയുടെ ഒരു സന്ദർഭമല്ല, മറിച്ച് പ്രതീക്ഷ നൽകുന്ന, ഒരുപക്ഷെ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ശുഭപ്രതീക്ഷ നൽകുന്ന, ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഫലസ്തീനിൽ അതുതന്നെയാണ് നമ്മൾ കണ്ടത്. വിശദാംശങ്ങൾ ഇവിടെയുള്ള ചർച്ചയിൽ അതുമായി ബന്ധപ്പെട്ട എക്സ്പേർട്ടുകൾ ധാരാളം ഇരിക്കുന്നുണ്ട്. ഫലസ്തീൻ അതിൻ്റെ മികച്ച ഉദാഹരണമാണ്. വെനിസ്വല അത് നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. ഇറാൻ, ഏറ്റവും അവസാനം ഇറാൻ എന്തുകൊണ്ട് ഇറാനെ ഇങ്ങനെ അമേരിക്കയും ഇസ്രായേലും കൈകാര്യം ചെയ്യുന്നു എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ അവിടെ നിന്ന് തോറ്റോടിയതിൻ്റെ 1967-കളിൽ തോറ്റോടിയതിൻ്റെ പ്രതികാരം ഇപ്പോഴും ആ മനസ്സിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും റീസെൻ്റായിട്ട് സംഭവിച്ച സന്ദർഭത്തിൽ ഫലസ്തീനിൽ ടാർഗറ്റ് വെച്ചതൊന്നും അച്ചീവ് ചെയ്യാത്തതുപോലെ ഇറാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? ഇറാനിൽ 12 ദിവസത്തെ യുദ്ധം നടത്തി അമേരിക്കയും ഇസ്രായേലും ചേർന്ന് തോറ്റ് പിന്മാറേണ്ടി വന്നു. അതിനുശേഷം അവിടെ ആഭ്യന്തര കലഹം പൊട്ടിപ്രവഹിച്ചു. ആഭ്യന്തര കലഹം നടന്നപ്പോൾ അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി എലോൺ മസ്കിൻ്റെ ബഹിരാകാശത്തുള്ള ചാര ടെക്നോളജി വെച്ചുകൊണ്ടാണ് ഇത് ചെയ്തിരുന്നത്. എന്താണ് ഇറാൻ ചെയ്തത്? ആ ചാര ടെക്നോളജി ബഹിരാകാശത്ത് കൊണ്ടുപോയി നശിപ്പിക്കുകയാണ് ചെയ്തത്. ഏറ്റവും അവസാനം ആണവ പാത അടച്ച സന്ദർഭത്തിൽ, US അടച്ച സന്ദർഭത്തിൽ, വ്യോമപാത അടച്ച സമയത്ത് തന്നെയാണ് ആണവ റിയാക്ടറിൻ്റെ പ്രവർത്തനവും ഇറാൻ ചെയ്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരുപക്ഷെ ഈ നവസാമ്രാജ്യത്വത്തിൻ്റെ ഈ ധാർഷ്ട്യവും അക്രമോത്സുകതയും ഈ തുറന്ന ഓപ്പൺ ആയിട്ടുള്ള നിയോ ഇമ്പീരിയലിസത്തിൻ്റെ ഇൻ്റർവെൻഷനുകൾ, മിലിറ്ററി ഇൻ്റർവെൻഷനുകൾ ലോകത്ത് സംഭവിക്കുമ്പോൾ തന്നെ പ്രതീക്ഷ നൽകുന്ന, ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകം ഫലസ്തീനിൽ നിന്ന്, ഇറാനിൽ നിന്ന്, വെനിസലയിൽ നിന്ന്, ലോകത്തെ അധിനിവേശം കഷ്ടതകൾ അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന്, മനുഷ്യരിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരം മനുഷ്യരോടൊപ്പം ഈ കണക്റ്റയും ചേർന്ന് നിൽക്കുന്നു. അധിനിവേശ വിരുദ്ധ പോരാട്ടത്തോടൊപ്പം കണക്റ്റയും ഐക്യദാർഢ്യപ്പെടുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.